ഹലോ, നമുക്കിന്ന് വെജിറ്റബിൾ പുതിന ബിരിയാണി ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഇതിന് ദൊണ്ണ ബിരിയാണി എന്നും പറയും. ദൊണ്ണ ബിരിയാണി നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ലല്ലേ. ഇത് ബാംഗ്ലൂർ ഭാഗത്ത് മധുര ഭാഗത്തൊക്കെ അവിടുത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ ഹോട്ടലിൽ കയറി കഴിക്കുമ്പോൾ ഈ ദൊണ്ണ ബിരിയാണി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുമുണ്ട്. ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, പുതിന ഇലയുടെയും മല്ലി ഇലയുടെയൊക്കെ ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടിലെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസ് ഒരു കപ്പാണ്. ഒരു കപ്പ് മതി, കാരണം ഞാനും മോനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കപ്പ് എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റിക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ പുതിനയിലയും മല്ലിയിലയും. മല്ലിയില കുറച്ച് കൂടുതലായിട്ട് വേണം. അതിനെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ വെജിറ്റബിൾസാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ സവാള, ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, പച്ചമുളക്, പിന്നെ ഒരു ചെറിയ തക്കാളി. ഇതെല്ലാം കൂടെ കുനുകുനാന്നരിഞ്ഞ് നമുക്കൊരു ബൗളിലോട്ടൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ്, അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി, ഒരു നുള്ളുപ്പ്, പിന്നെ തൈര്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കും. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കുക, നെയ്യൊഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള എല്ലാം കൂടെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ പുതിനയിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഒന്ന് മാറ്റാം. തണുത്തതിന് ശേഷമാണ് മാറ്റേണ്ടത്. അത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക, നെയ്യൊഴിക്കുക, പിന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കുക, കുറച്ച് സവാള ഇട്ട് കൊടുക്കുക, ഒന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, പിന്നെ പച്ച പട്ടാണി ചേർത്തിട്ടുണ്ട്. അതുപോലെ പയറുണ്ടല്ലോ, നീളം പയർ, അതുകൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പുതിന പേസ്റ്റ് ഉണ്ടല്ലോ, മല്ലിയിലയുടെ പേസ്റ്റ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റണം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഉപ്പ് ഒരു ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്ക് ഒന്ന് അടച്ചെടുക്കാവേ. നമുക്കൊന്ന് അരിയൊന്ന് വെന്ത് വരട്ടെ. ഏകദേശം ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് അടച്ച് നല്ലപോലെ ദമ്മിട്ടെടുക്കാം. ഞാൻ ദമ്മിടുന്നത് ചൂട് തീർന്നിട്ട് നമുക്ക് അത് ഇനി നമുക്കൊന്ന് കശുവണ്ടിയും കറുത്ത മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ താളിച്ചിട്ട് നമുക്ക് ഈ ചോറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെജിറ്റബിൾ പുതിന ദൊണ്ണ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ എന്നെ മറക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക. അതുകൊണ്ട് എൻ്റെ വീഡിയോസ് എല്ലാം ലാസ്റ്റ് വരെ ഒന്ന് കാണാനുള്ള മനസ്സ് കാണിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടാറ്റാ.